നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. പാലിയേക്കര ടോൾ പ്ലാസയിൽ നിർത്തിയിട്ടിരുന്ന വാഹനങ്ങൾക്ക് പുറകിൽ കണ്ടെയ്നർ ലോറിയടിച്ച് ഒരു കുട്ടി ഉൾപ്പെടെ 2 പേർക്ക് പരിക്കേറ്റു. മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി വരന്തരപ്പിള്ളി, അളഗപ്പനഗർ പഞ്ചായത്തുകൾ സമ്പൂർണ്ണ ശുചിത്വ പഞ്ചായത്തുകളായി പ്രഖ്യാപിച്ചു. കേന്ദ്ര ആയുഷ് മന്ത്രാലയവും മൊറാർജി ദേശായി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് യോഗയും ചേർന്ന് യോഗോത്സവ് 2025 നന്ദിക്കര ശ്രീരാമകൃഷ്ണ വിദ്യാനികേതൻ പബ്ലിക് സ്കൂളിൽ ആഘോഷിച്ചു. കൊടകര കുഴൽപ്പണക്കേസിൽ പ്രതികളായ BJP നേതാക്കളെ ED ഒഴിവാക്കിയെന്നാരോപിച്ച് കൊടകരയിൽ CPIM പ്രതിഷേധ മാർച്ചും പൊതുയോഗവും സംഘടിപ്പിച്ചു. CPM ജില്ലാ കമ്മിറ്റി അംഗം PK ഡേവിസ് ഉദ്ഘാടനം ചെയ്തു. കല്ലൂർ മുട്ടിത്തടി ശ്രീ ശക്തി ദേവി ക്ഷേത്രത്തിലെ ആണ്ടുത്സവം ആഘോഷിച്ചു. വാർത്തകൾ വിശദമായി. പാലിയേക്കര ടോൾ പ്ലാസയിൽ നിർത്തിയിട്ടിരുന്ന വാഹനങ്ങൾക്ക് പുറകിൽ കണ്ടെയ്നർ ലോറിയടിച്ച് ഒരു കുട്ടിയുൾപ്പെടെ 2 പേർക്ക് പരിക്കേറ്റു. തൃശൂർ ഭാഗത്തേക്കുള്ള ടോൾ ബൂത്തിൽ കാത്തുനിന്നിരുന്ന 2 കാർ, ഒരു ചരക്ക് ലോറി എന്നിവയിലേക്കാണ് കണ്ടെയ്നർ ലോറി ഇടിച്ചു കയറിയത്. കണ്ടെയ്നർ ലോറി ഡ്രൈവർക്കും കാറിലെ യാത്രികരായ കുട്ടിക്കുമാണ് പരിക്കേറ്റത്. ഗുരുതരമായി പരിക്കേറ്റ ലോറി ഡ്രൈവറെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ശനിയാഴ്ച രാത്രി 11-നായിരുന്നു അപകടം. അമിത വേഗതയിലെത്തിയ കണ്ടെയ്നർ ലോറി മുൻപിൽ നിർത്തിയിട്ട ചരക്ക് ലോറിയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ചരക്ക് ലോറി മുൻപിലുണ്ടായിരുന്ന 2 കാറുകളിലും ഇടിക്കുകയായിരുന്നു. നാട്ടുകാരും ടോൾ പ്ലാസ അധികൃതരുമാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. അപകടത്തിൽ കണ്ടെയ്നർ ലോറിയുടെ മുൻഭാഗം തകർന്നു. മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി വരന്തരപ്പള്ളി പഞ്ചായത്ത് സമ്പൂർണ്ണ ശുചിത്വ പ്രഖ്യാപനം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് കലാപ്രിയ സുരേഷ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് TG അശോകൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ EK സദാശിവൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷീല ജോർജ്, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ റോസിലി തോമസ്, ബിന്ദു ബഷീർ, അഷ്റഫ് ചാരിയത്തൊടി, അംഗങ്ങളായ ഷൈജു പട്ടിക്കാട്ടുകാരൻ, അജിത സുധാകരൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ സുബ്രഹ്മണ്യൻ, ജോഫി C മഞ്ഞളി എന്നിവർ പ്രസംഗിച്ചു. ഏർപ്പെടുകയില്ല. അതിന്റെ പ്രത്യാഘാതങ്ങളെ കുറിച്ച് എനിക്ക് പരിപൂർണ ബോധ്യമുണ്ട്. അത് നമ്മുടെ പഞ്ചായത്തിന്റെ ഘടക സ്ഥാപനങ്ങളും സ്കൂളുകളും വീടുകൾ തുടങ്ങി താഴെത്തട്ടിൽ തുടങ്ങി നമ്മൾ പിടിച്ച് ഏറ്റവും നല്ല രീതിയിൽ തന്നെ നമുക്ക് നല്ലൊരു മാറ്റം. ഒത്തിരിയേറെ സന്തോഷമുണ്ട് ഈ വേദിയിൽ ഇങ്ങനെ ഇവിടെ നിൽക്കുമ്പോഴും. കാരണം ഒത്തിരിയേറെ മാറിയിരിക്കുന്നു നമ്മുടെ പ്രദേശം. നമ്മൾ ഇവിടെ ഒരു പ്രതിജ്ഞ എടുത്തിരുന്നു. ആ പ്രതിജ്ഞ പൂർണ്ണമായും ചെല്ലുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഉള്ളിലൊരു വിഷമം ഉണ്ടാവും. അത് ഏറ്റെടുത്ത് പറയാനായിട്ട് നമ്മളൊരു പ്രതിജ്ഞ എന്ന് പറയുമ്പോൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നവകേരള സൃഷ്ടിക്കായി മാലിന്യമുക്തമായ ഒരു മാലിന്യ നിർമ്മാർജ്ജന ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ സദാശിവൻ EK, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി ബിന്ദു ബഷീർ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ജൈവ മാലിന്യ രംഗത്തും അജൈവ മാലിന്യ രംഗത്തും നമ്മൾ കഴിയാവുന്ന ഒരു പഞ്ചായത്തിൽ കഴിയാവുന്ന. അളഗപ്പനഗർ പഞ്ചായത്തിനെ സമ്പൂർണ്ണ ശുചിത്വ പഞ്ചായത്തായി പ്രഖ്യാപിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് K രാജേശ്വരി അധ്യക്ഷത വഹിച്ചു. സ്കൂളിൽ പോകാൻ കഴിയാത്ത പ്രായമുള്ള മുഴുവൻ ആളുകൾക്കും അക്ഷരാഭ്യാസം പഠിപ്പിക്കുന്ന ആ പദ്ധതി ഇന്ത്യയിൽ ആദ്യമായി കേരളം എടുക്കുകയും കേരളം പരിപൂർണമായി സാക്ഷരതയുള്ള സംസ്ഥാനമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. അപ്പോ അതിൽ നിന്നും ഇലക്ഷൻ കണ്ടെത്തുന്നതിന് വേണ്ടി ഒരു കുറച്ച് നാളത്തെ നമ്മുടെ ഹെൽത്തുകാരും അതുപോലെ തന്നെ കുടുംബശ്രീകാരും എല്ലാവരും ഒരു കൂട്ടായ പരിശ്രമം അതന്നെയാണ് നമുക്ക് കണ്ടെത്താനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഇവിടെ വന്ന എല്ലാവർക്കും ഈ പരിപാടി ഇന്നത്തെ കൊണ്ട് അവസാനിക്കുന്നതല്ല.
നമ്മൾ തുടർന്ന് നമ്മുടെ വീടുകളിലും നമ്മുടെ അയൽപ്പക്കങ്ങളിലും മാലിന്യമുക്ത ഗ്രാമപഞ്ചായത്തായിട്ട് പ്രഖ്യാപിക്കുന്ന ചടങ്ങാണ് നമുക്ക് നടക്കുന്നത്. നിങ്ങൾക്കറിയാം, കുറച്ച് കൊല്ലങ്ങളായി നമ്മൾ ഈ മാലിന്യ സംസ്കരണ രംഗത്ത്, മാലിന്യ നിർമ്മാർജ്ജന രംഗത്ത് ഒരുപാട് പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ലക്ഷ്യം കൈവരിക്കുന്നതിന് വേണ്ടിയിട്ട്. അളഗപ്പ നഗർ പഞ്ചായത്ത് 2ാം വാർഡ് മാലിന്യമുക്ത വാർഡായി പ്രഖ്യാപിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം സനൽ മഞ്ഞളി അധ്യക്ഷത വഹിച്ചു. കുടിവെള്ള വിതരണത്തിൽ, സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളിലൊക്കെ വ്യക്തി ശുചിത്വത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ മറ്റേത് നാട്ടിലുള്ള മനുഷ്യരെക്കാൾ കൃത്യമായി പാലിക്കുന്ന ആളുകളാണ്. രാവിലെ കുളിക്കാതെ പുറത്തിറങ്ങില്ല, വൈകുന്നേരം ജോലിയൊക്കെ കഴിഞ്ഞ് ഒന്ന് കുളിച്ചാണ് നമ്മൾ ഉറങ്ങുള്ളൂ. 2 നേരം കുളിക്കുന്നവരാണ് മലയാളം. കേന്ദ്ര ആയുഷ് മന്ത്രാലയവും മൊറാർജി ദേശായി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് യോഗയും ചേർന്ന് യോഗോത്സവ് 2025 നന്ദിക്കര ശ്രീരാമകൃഷ്ണ വിദ്യാനികേതൻ പബ്ലിക് സ്കൂളിൽ ആഘോഷിച്ചു. വിവേകാനന്ദ എഡ്യൂക്കേഷണൽ ആൻഡ് കൾച്ചറൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പതഞ്ജലി യോഗ ട്രെയിനിംഗ് ആൻഡ് റിസർച്ച് സെന്റർ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ A രാധാകൃഷ്ണൻ മുഖ്യ സന്ദേശം നൽകി. ആയുഷ് ജില്ലാ കോർഡിനേറ്റർ ഡോക്ടർ റിനി, യോഗ ഇൻസ്ട്രക്ടർ രജീഷ്, ജില്ലാ സംഘചാലക് റോഷ്, വിവേകാനന്ദ ട്രസ്റ്റ് ചെയർമാൻ NP മുരളി, സെക്രട്ടറി TC സേതുമാധവൻ, ട്രഷറർ KS സുഗേഷ്, സ്കൂൾ മാനേജർ C രാഗേഷ്, പ്രിൻസിപ്പൽ KR വിജയലക്ഷ്മി എന്നിവർ പ്രസംഗിച്ചു. 100 ദിവസം 100 നഗരങ്ങൾ 100 സ്ഥാപനങ്ങൾ എന്ന പ്രത്യേക പദ്ധതിയുടെ ഭാഗമായിട്ടാണ് യോഗ പ്രദർശനം ആഘോഷിക്കുന്നത്. അടുത്തിടെ പോണ്ടിച്ചേരിയിൽ നടന്ന നാഷണൽ യോഗാസന ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്ത സിൽവർ മെഡൽ കരസ്ഥമാക്കിയ യോഗ താരം ഷിബിനെ പരിപാടിയിൽ ആദരിച്ചു. And after that, for the last 3 years, we are actively doing this 100 days countdown program across India. Yoga, an ancient practice that originated in India, has transformed into global movement of holistic well-being, recognizing കൊടകര കുഴൽപ്പണക്കേസിൽ പ്രതികളായ BJP നേതാക്കളെ ED ഒഴിവാക്കിയെന്നാരോപിച്ച് കൊടകരയിൽ CPM പ്രതിഷേധ മാർച്ചും പൊതുയോഗവും സംഘടിപ്പിച്ചു. CPM ജില്ലാ കമ്മിറ്റി അംഗം PK ഡേവിസ് ഉദ്ഘാടനം ചെയ്തു. ഏരിയ സെക്രട്ടറി PK ശിവരാമൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം TA രാമകൃഷ്ണൻ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ KJ ഡിക്സൺ, PR പ്രസാദൻ, MR രഞ്ജിത്ത്, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ EK അനൂപ്, അമ്പിളി സോമൻ എന്നിവരും KC ജെയിംസ്, CM ബബീഷ്, KD അപ്പച്ചൻ, അൻവർ സാദിഖ് എന്നിവരും പ്രസംഗിച്ചു. ഇടയാക്കുന്ന ഈ കുഴൽപ്പണക്കേസ് പണം കൊടുത്ത് വോട്ട് വാങ്ങി അധികാരത്തിൽ വരാം എന്ന ജനാധിപത്യ വിരുദ്ധമായ തന്ത്രം പയറ്റാൻ കല്ലൂർ മുട്ടിത്തടി ശ്രീശക്തി ദേവി ക്ഷേത്രത്തിൽ ആണ്ടുത്സവം ആഘോഷിച്ചു. രാവിലെ ഗണപതി ഹോമം, നാദസ്വരം, ഉഷപൂജ, നവകം, പഞ്ചഗവ്യം, കലശാഭിഷേകം എന്നീ ചടങ്ങുകൾക്കു ശേഷം കാഴ്ചശീവേലി നടന്നു. വൈകിട്ട് എഴുന്നള്ളിപ്പും, നിറമാല, ദീപാരാധന, നാദസ്വരം, ക്ഷേത്രനടയ്ക്കൽ, തായമ്പക എന്നിവയുമുണ്ടായി. നെടുമ്പാൾ കിഴുത്തുള്ളി ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ നടപ്പുരയുടെ തിരുമുറ്റം കരിങ്കല്ല് വിരിച്ച് സമർപ്പണം നടത്തി. ക്ഷേത്രം ഭാരവാഹികളും മാതൃസമിതി അംഗങ്ങളും ചേർന്നാണ് സമർപ്പണം നടത്തിയത്. ഭക്തർ താലത്തിനൊപ്പം ആർപ്പുവിളികളോടെയും നാമജപത്തോടെയും ക്ഷേത്രം വലം വെച്ചു. തുടർന്ന് ദീപം തെളിയിച്ചും പറ നിറച്ചുമാണ് സമർപ്പണം നടത്തിയത്. CPI പുതുക്കാട് മണ്ഡലം സെക്രട്ടറിയും അളഗപ്പ നഗർ പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന CK കുമാറിന്റെ 4ാമത് അനുസ്മരണ ദിനാചരണം CPI സംസ്ഥാന കൗൺസിൽ അംഗം VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. CPI മണ്ഡലം സെക്രട്ടറി PK ശേഖരൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ, PM നിക്സൺ, VK വിനീഷ്, VK അനീഷ്, KR അനൂപ് എന്നിവർ പ്രസംഗിച്ചു. യൂത്ത് കോൺഗ്രസ് അളഗപ്പ നഗർ മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ സായാഹ്ന സദസ്സ് യൂത്ത് കോൺഗ്രസ് പുതുക്കാട് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഫൈസൽ ഇബ്രാഹിം ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഹരൺ ബേബി അധ്യക്ഷയായിരുന്നു. യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ദിനിൽ പാലപ്പറമ്പിൽ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജിമ്മി മഞ്ഞളി, ഡേവിസ്, സിജോ പുന്നക്കര, അഭിജിത്ത്, അഭിമന്യു എന്നിവർ പ്രസംഗിച്ചു. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം സെക്രട്ടറി
ആൻഡോ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. മാതാവ് കടക്കണിയിലായതുകൊണ്ട് അമിതമായ ലഹരി അടിച്ചിട്ട് സ്വന്തം കുടുംബത്തിൽപ്പെട്ട വല്യമ്മയെയും വല്യപ്പയെയും അതുപോലെ തന്നെ പിതാവിൻ്റെ സഹോദരനെയും ഉൾപ്പെടെ 6ഓളം ആളുകളെ ഒരു ചെയിൻ എന്ന രീതിയിൽ, ഒരു സൈക്കോ കില്ലർ എന്ന രീതിയിൽ. നമുക്കറിയാം, ഇന്നത്തെ ഈ ക്യാമ്പയിൻ കളപ്പനർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി, യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയും ചേർന്ന് നടത്തുന്ന ഈ ക്യാമ്പയിൻ നമുക്ക് ഇന്ന് നാട്ടിലെ ചെറുപ്പക്കാരെ വഴിതെറ്റിക്കുന്ന ഏറ്റവും വലിയൊരു വിപത്തിനെതിരെയാണ് നമ്മളിന്ന് ഒത്തുചേർന്നിരിക്കുന്നത്. ഇന്ന് കേരളം ഏറ്റവും അധികമായി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന, ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. കാരണം ദുർഭരണം നിറഞ്ഞ മാനവരാശിയെ തകർക്കുന്ന മാരക വിപത്താണ് മയക്കുമരുന്ന് എന്ന സത്യം ഞാൻ തിരിച്ചറിയുന്നു. ജില്ലാ സെക്രട്ടറിയായ വിനീത് പാലപ്പറമ്പിൽ, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീ ജിമ്മി മഞ്ഞളി. ഞാൻ പോലീസ് ഉദ്യോഗസ്ഥനായി എന്നൊരു കാരണം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ പോലീസിലുള്ളവർ ആരെങ്കിലും ഉണ്ടോയെന്ന് അറിയില്ല, പക്ഷേ പൊതുവെ ഇല്ലാന്നാണ് എൻ്റെ ഒരു അറിവ്. ഞങ്ങൾക്ക് ഉണ്ടായ ചില അനുഭവങ്ങൾ പറയാം. പ്രിയപ്പെട്ട നായനാർ അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുന്ന കാലം തൊട്ട് ഏകദേശം ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭരിച്ച കാലഘട്ടത്ത് വരെ ഞാൻ പോലീസിൽ ജോലി ചെയ്ത് വയ്ക്കുക. ലഹരി വിരുദ്ധ ക്യാമ്പയിൻ്റെ ഉദ്ഘാടനം ഒരു പോസ്റ്റർ ഇതായിക്കൊണ്ട് ഒരു പ്രകാശനം ചെയ്തുകൊണ്ട് ചെയ്യുകയാണ്. അത് നിയോജക പ്രസിഡന്റിനെയും നമ്മുടെ ബ്ലോക്ക് മണ്ഡലം ഭാരവാഹികളെയും ക്ഷണിക്കും. കല്ലൂർ വെസ്റ്റ് ഹോളി മേരി റോസറി പള്ളിയിൽ ഭക്ത സംഘടന ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ സന്ദേശ റാലി സംഘടിപ്പിച്ചു. വികാരി ഫാദർ ജോസഫ് പൂവത്തുകാരൻ ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി ജോവിൻസ് എക്കാടൻ അധ്യക്ഷത വഹിച്ചു. റാഫി ചെറുവാൾക്കാരൻ, ഈപ്പൻ കരിയാറ്റിൽ എന്നിവർ പ്രസംഗിച്ചു. മയക്കുമരുന്നിന്റെ കരാളഹസ്തങ്ങളിൽ നിന്നും നമ്മുടെ നാടിനെ മോചിപ്പിക്കുക. മയക്കുമരുന്നിന്റെ കടത്തും വിൽപ്പനയും തടയാൻ സർക്കാർ നടപടികൾ വേഗത്തിലാക്കുക. മയക്കുമരുന്നിന്റെ കരങ്ങളിൽ നിന്നും യുവതലമുറയെ രക്ഷിക്കുക. അധികമൊന്നും പറയുന്നില്ല, കാരണം നമുക്ക് ഒട്ടും നേരമില്ലാത്തവർ ഈ റാലിക്ക് നിൽക്കാതെ പോകുന്നതായിട്ട് കണ്ടു. അവർ ചിന്തിക്കുന്നതാണ്, എൻ്റെ മക്കളൊന്നും അല്ലെങ്കിൽ എൻ്റെ താഴെയുള്ളവർ മക്കളുടെ മക്കളൊന്നും ഇതിൽ പെടില്ല എന്നുള്ള ഒരു തെറ്റായ ധാരണ അവരുടെ മനസ്സിലുള്ളത് കൊണ്ടാണ് ഇത് ഈ പരിപാടിക്ക് 5 മിനിറ്റ് നേരം ചെലവഴിക്കാനായിട്ട് സമയമില്ലാത്തത്. ദയനീയമായ അവസ്ഥയാണത്. സമൂഹ ജീവിതത്തിന് വെല്ലുവിളി ഉയർത്തി തലമുറകളെ സർവനാശത്തിലേക്ക് തള്ളിവിടുന്ന മദ്യം, മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള ലഹരിക്കെതിരെ ഞാൻ പോരാടും. വെള്ളിക്കുളങ്ങര റീഫ ഇ ജുമാ മസ്ജിദ് കമ്മിറ്റി സംഘടിപ്പിച്ച ഇഫ്താർ വിരുന്നും മാനവ സൗഹൃദ സംഗമവും മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാൻഡോ കൈതാരത്ത് ഉദ്ഘാടനം ചെയ്തു. SYS തൃശൂർ സോൺ പ്രസിഡന്റ് അഷ്റഫ് സയ്യിദി അധ്യക്ഷത വഹിച്ചു. മഹല്ല് ഖത്തീബ് മുഹമ്മദ് സിയാദ് ബഖഫി, മഹല്ല് സെക്രട്ടറി ഷബീർ അലി, പഞ്ചായത്ത് അംഗങ്ങളായ VS നിജിൽ, സൂരജ് കുണ്ടനി, PC ഉമേഷ്, ജോയ് കൈതാരത്ത്, K പ്രസാദ്, TG അജോ എന്നിവർ പ്രസംഗിച്ചു. സമയം എനിക്ക് തോന്നുന്നത് ഏകദേശം ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വലിയ കുറെ കാര്യങ്ങൾ പറയുക എന്നത് അപ്രസക്തമാണ്. ഇവിടെ ഒരുപക്ഷെ മൗനമാണ് വാചാലം എന്ന് സാധാരണ പറയാറുണ്ട്. ഇവിടെ മൗനിയായിരിക്കുക എന്നതായിരിക്കും ഏറ്റവും തന്നെ. അത് നമ്മളുടെ നാടിന്റെ ഒരു കെട്ടുറപ്പിന്റെ കൂടി ഒരു ഭാഗമാണ്. എത്ര ഭിന്നിപ്പിക്കാൻ നോക്കിയാലും നമുക്ക് ഭിന്നിക്കാൻ പറ്റാത്ത ഒരു സമൂഹമായി നമുക്ക് ഒരുമിച്ച് നിന്ന് പോകാനായിട്ട് പറ്റുന്നതും ഇങ്ങനെയുള്ള മനസ്സുകളുള്ളത് കൊണ്ട് തന്നെയാണെന്ന് ഈ സമയം ഓർക്കാണ്. ഇവിടെ ഒരു നിയമമുണ്ട്, പക്ഷേ ഏതോ കാലത്ത് നിയമമാക്കിയ MDMA പോലത്തെ പുതിയ രൂപത്തിലുള്ള വേലുപ്പാടം കുട്ടൻചിറ ബദരിയ മഹല്ല് കമ്മിറ്റി സംഘടിപ്പിച്ച സമൂഹ നോമ്പുതുറ KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. മഹല്ല് പ്രസിഡന്റ് മുഹിദ്ദീൻ കുട്ടി മുസ്ലിയാർ അധ്യക്ഷത വഹിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് അംഗം EK സദാശിവൻ, മഹല്ല് ഖത്തീബ് ഷൗക്കത്ത് അലി ബാഖഫി ഉസ്താദ്, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് EM ഉമ്മർ, CPI പ്രതിനിധി MA ജോയ് എന്നിവർ പ്രസംഗിച്ചു.
വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ പൊരുതാം ലഹരിക്കെതിരെ എന്ന പേരിൽ പ്രചരണ പരിപാടിക്ക് മണ്ണമ്പേട്ടയിൽ തുടക്കമായി. മണ്ണമ്പേട്ട പുണ്യ പ്രൊഡക്ട്സും V1 അസോസിയേറ്റ്സും ചേർന്ന് നടത്തുന്ന ക്യാമ്പയിൻ ഞായറാഴ്ച വൈദ്യശാലപ്പടിയിൽ KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ V സുരേഷ് മുഖ്യപ്രഭാഷണം നടത്തും. ചാലക്കുടി DYSP K സുമേഷ് വിശിഷ്ട അതിഥിയായി. തിങ്കളാഴ്ച കരുവാപ്പടി നക്ഷത്ര ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ പാലിയേറ്റീവ് രോഗികളുടെ സ്നേഹക്കൂട്ടായ്മ മന്ത്രി R ബിന്ദു ഉദ്ഘാടനം ചെയ്യും. സിനിമാ നടൻ ശിവജി ഗുരുവായൂർ മുഖ്യ അതിഥിയായി പങ്കെടുക്കും. ഭാരതിയാർ സർവകലാശാലയിൽ നിന്നും ബയോടെക്നോളജിയിൽ ഡോക്ടറേറ്റ് നേടിയ നന്ദിപുരം മാഞ്ഞൂർ സ്വദേശിയായ ശ്യാം സുബ്രഹ്മണ്യനെ MLPI റെഡ് ഫ്ലാഗ് പുതുക്കാട് ഏരിയ കമ്മിറ്റി അനുമോദിച്ചു. ഏരിയ സെക്രട്ടറി KM ഹൈദർ, PK പോൾസൺ, PV ചന്ദ്രൻ, VP ഉസ്മാൻ, TM സന്തോഷ് എന്നിവർ നേതൃത്വം നൽകി. ഒമ്പതുങ്ങൽ സുബ്രഹ്മണ്യ സമാജം ശ്രീ കൈലാസ ശിവക്ഷേത്രത്തിൽ കാവടി ഉത്സവത്തിന് തിങ്കളാഴ്ച രാവിലെ 8-ന് കൊടിയേറും. ഏപ്രിൽ 6-നാണ് ഉത്സവം. രാവിലെ 6:30 മുതൽ വിവിധ സെറ്റുകളുടെ അഭിഷേകം, രാവിലെ 8 മുതൽ ഉച്ചയ്ക്ക് 2 വരെ വിവിധ സെറ്റുകളുടെ കാവടി വരവ്, ഉച്ചയ്ക്ക് 12 മുതൽ കാവടി സെറ്റുകളുടെ കൂടിയാട്ടം, വൈകിട്ട് 6:30-ന് ദീപാരാധന, വൈകിട്ട് 7:30 മുതൽ മൂന്നുമുറി പള്ളി ജംഗ്ഷനിൽ നിന്നും സന്ധ്യ വിസ്മയ കാഴ്ചയിൽ കഥകളി രൂപങ്ങൾ, തിറ, ശിങ്കാരിമേളം, നാസിക് ഡോൾ എന്നീ കലാരൂപങ്ങൾ അണിനിരക്കും. രാത്രി 9-ന് മൂന്നുമുറി സെന്ററിൽ കാവടി സെറ്റുകളുടെ കൂടിയാട്ടം, ബാൻഡ് ഫ്യൂഷൻ, രാത്രി 1:30 വരെ കാവടിയാട്ടം എന്നിവയുണ്ടാകും. യുവ ചൈതന്യ സെറ്റ്, തെക്കുമുറി യുവജന സംഘം, അമ്പലനട സെറ്റ്, ശ്രീമുരുക സെറ്റ്, കുഞ്ഞാലിപ്പാറ സെറ്റ്, വേൽമുരുക സെറ്റ്, ശാന്തിനഗർ സെറ്റ്, ടൗൺ സെറ്റ് എന്നീ കാവടി സെറ്റുകൾ കാവടി മഹോത്സവത്തിൽ പങ്കെടുക്കും. അവിട്ടപ്പള്ളി ചാഴിക്കാട് ഭഗവതി ക്ഷേത്രത്തിലെ മീനഭരണി മഹോത്സവം ഏപ്രിൽ 1-ന് ആഘോഷിക്കും. ഇതോടനുബന്ധിച്ച് 31-ന് രാവിലെ 8-ന് പൊങ്കാല സമർപ്പണം നടക്കും. 1-ന് രാവിലെ 5-ന് ഗണപതി ഹോമം, 7-ന് കലശാഭിഷേകം, 9-ന് പൂരം എഴുന്നള്ളിപ്പ്, പഞ്ചാരിമേളം, വൈകിട്ട് 4-ന് കാഴ്ചശിവേലി, പാണ്ടിമേളം, 7-ന് സഹസ്രദീപം, 9-ന് ചാഴിക്കാട് ദേശത്തിന്റെ ശിങ്കാരിമേളം, 11-ന് തേവർപ്പാടം ദേശത്തിന്റെ വരവ്, 12-ന് കാളകളി എന്നിവയുണ്ടാകും. ക്ഷേത്ര ചടങ്ങുകൾക്ക് മന്ത്രി ഏറന്നൂർ ശശി നമ്പൂതിരി, മേൽശാന്തി തേശ്ശേരി ഹരിശാന്തി എന്നിവർ കാർമ്മികത്വം വഹിക്കും. ആലത്തൂർ ALP സ്കൂളിൽ 74-ാമത് സ്കൂൾ വാർഷികാഘോഷവും MLA ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച പുതിയ ടോയ്ലറ്റ് ബ്ലോക്കിന്റെ ഉദ്ഘാടനവും KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് അധ്യക്ഷത വഹിച്ചു. പ്രമുഖ സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ മുഖ്യാതിഥിയായി. സർവീസിൽ നിന്നും വിരമിക്കുന്ന അധ്യാപിക AM ഇന്ദിരയ്ക്ക് യാത്രയയപ്പ് നൽകി. പൂർവ്വ വിദ്യാർത്ഥികളായ രാഷ്ട്രപതിയുടെ പോലീസ് മെഡൽ ജേതാവ് കൂടിയായ CISF അസിസ്റ്റന്റ് കമാൻഡന്റ് MK വേണുഗോപാൽ, സംസ്ഥാന കലോത്സവ വിജയികളായ നയന മണികണ്ഠൻ, MS ദുർഗാദാസ്, കമാൻഡോ കിഡ്സ് ട്രെയിനർ ശിവദാസൻ കോടിയത്ത് എന്നിവരെ ആദരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കവിത സുനിൽ, പഞ്ചായത്ത് അംഗങ്ങളായ TK സതീശൻ, A രാജീവ്, സ്കൂൾ മാനേജർ രമേഷ് കുമാർ, പ്രധാന അധ്യാപിക PM ജിൻസ, അധ്യാപിക NS രശ്മി, PS സുനിൽ, സുമി ബൈജു, ശോഭു ആലത്തൂർ, പ്രവീൺ M കുമാർ, CG അനൂപ്, NS സന്തോഷ് ബാബു, MD ലീന, KS ഷീല, സ്കൂൾ ലീഡർ AS ആദിദേവ് എന്നിവർ പ്രസംഗിച്ചു. ഭരത ഹോളി ട്രിനിറ്റി നഴ്സറി സ്കൂൾ 31-ാം വാർഷികാഘോഷം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. മാനേജർ ഫാദർ ജസ്റ്റിൻ എലുവത്തിങ്കൽ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ്, പഞ്ചായത്ത് അംഗം ലിൻജോ തോമസ്, സിസ്റ്റർ ക്രിസ്റ്റ, ജിബിൻ പത്രോസ്, ജോൻഡോ ജോസ് തേക്കൽ, ജിസ്മ മെയ്ബൽ, ലിസി ജോയ് എന്നിവർ പ്രസംഗിച്ചു. പെരുവനം ആറാട്ടുപുഴ പൂരത്തിന്റെ ഭാഗമായി ഏപ്രിൽ 9-ന് നടത്തുന്ന തൊട്ടിപ്പാൾ ഭഗവതി ക്ഷേത്രത്തിലെ പകൽ പൂരത്തോടനുബന്ധിച്ചുള്ള കാർത്തിക പുറപ്പാട് ഏപ്രിൽ 1-ന് നടക്കും. തന്ത്രിമാരായ പയ്യപ്പള്ളി മാധവൻ നമ്പൂതിരി, തെക്കേടത്ത് പെരുമ്പടപ്പ് ദാമോദരൻ, വടക്കേടത്ത് പെരുമ്പടപ്പ് കേശവൻ നമ്പൂതിരി എന്നിവർ കാർമ്മികരാകും. വൈകിട്ട് നിറമാല, ചുറ്റുവിളക്ക്, ദീപാരാധന, പഞ്ചഗവ്യം, നവകാഭിഷേകം, അത്താഴപൂജ, ശ്രീഭൂതബലി, തായമ്പക എന്നിവയ്ക്ക് ശേഷം പുറപ്പാടിനായി പുറത്തേക്ക് എഴുന്നള്ളിക്കുന്നു. 5 ഗജവീരന്മാരെ അണിനിരത്തി വിളക്കാചാരവും തുടർന്ന് പെരുവനം സതീശന്മാരാരുടെ നേതൃത്വത്തിൽ പഞ്ചാരിമേളവും ഉണ്ടായിരിക്കും. പൂക്കോട് ഭഗവതിക്കാവ് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനം തിങ്കളാഴ്ച ആഘോഷിക്കും. പുലർച്ചെ 5-ന് ഗണപതി ഹോമം, രാവിലെ 6 മുതൽ ശുദ്ധികലശം, ശ്രീഭൂതബലി തുടങ്ങിയ താന്ത്രിക ചടങ്ങുകൾ, രാവിലെ 9-ന് എഴുന്നള്ളിപ്പ്, ഉച്ചയ്ക്ക് 11:30-ന് പ്രസാദൂട്ട്, വൈകിട്ട് 6:30-ന് ദീപാരാധന, നിറമാല, ചുറ്റുവിളക്ക്, തുടർന്ന് ഗുരുതി തർപ്പണം എന്നിവയുമുണ്ടായിരിക്കും. ഇരിഞ്ഞാലക്കുട സഹകരണ കാർഷിക ഗ്രാമ വികസന ബാങ്കിന്റെ നവീകരിച്ച ആമ്പലൂർ ബ്രാഞ്ചിന്റെ ഉദ്ഘാടനവും വായ്പാ മേളയും
ഏപ്രിൽ 1 രാവിലെ 11 നടക്കും. സംസ്ഥാന സഹകരണ കാർഷിക ഗ്രാമ വികസന ബാങ്ക് പ്രസിഡന്റ് CK ഷാജി മോഹൻ ഉദ്ഘാടനം ചെയ്യും. തിലകൻ പൊയ്യാറ അധ്യക്ഷത വഹിക്കും. അളഗപ്പനഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K രാജേശ്വരി അധ്യക്ഷത വഹിക്കും. ITU ബാങ്ക് ചെയർമാൻ MP ജാക്സൺ വായ്പാമേള ഉദ്ഘാടനം ചെയ്യും. ആമ്പലൂർ കുണ്ടുകാവ് ദേവസ്വം തെക്കേ ഗോപുരം കോംപ്ലക്സിന് മുൻവശത്താണ് ആമ്പലൂർ ബ്രാഞ്ച് ആരംഭിക്കുന്നത്. കാലാവസ്ഥ. കൂടിയ താപനില 35 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. ഖനന മേഖലയിലുള്ളവരുടെ അധിക അല്ലെങ്കിൽ അനധികൃത ഖനനത്തിലുള്ള കുടിശ്ശിക അദാലത്തിന്റെ കാലാവധി മാർച്ച് 31 വരെ നീട്ടി. ഈ തീയതിക്ക് ശേഷം സമർപ്പിക്കുന്ന അപേക്ഷകളുടെയും ഖനനം കണ്ടെത്തുന്നവയുടെയും റോയൽറ്റിയും പിഴയും പുതിയ ചട്ട ഭേദഗതിയിൽ നിഷ്കർഷിച്ചിരിക്കുന്ന പ്രകാരമായിരിക്കുമെന്ന് മൈനിംഗ് ആൻഡ് ജിയോളജി വകുപ്പ് സീനിയർ ജിയോളജിസ്റ്റ് അറിയിച്ചു. തൃക്കൂർ ഗ്രാമപഞ്ചായത്തിൽ ജാഗ്രതാ സമിതി വനിതാ വികസന പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് ഒരു കമ്മ്യൂണിറ്റി വിമൺ ഫെസിലിറ്റേറ്ററെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നു. വിമൺ സ്റ്റഡീസ്, ജെൻഡർ സ്റ്റഡീസ്, സോഷ്യൽ വർക്ക്, സൈക്കോളജി, സോഷ്യോളജി എന്നീ വിഷയങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ ബിരുദാനന്തര ബിരുദം വേണം. അപേക്ഷകർ 35 വയസ്സിന് താഴെ പ്രായമുള്ളവരായിരിക്കണം. അപേക്ഷകൾ ഏപ്രിൽ 10 ഉച്ചയ്ക്ക് 12 മണിക്ക് മുൻപായി തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ സമർപ്പിക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. നമ്പർ 9645212660. LBS സെന്ററിന്റെ തൃശൂർ മേഖലാ കേന്ദ്രത്തിൽ ഏപ്രിലിൽ വേനലവധിക്കാല കോഴ്സുകൾ ആരംഭിക്കുന്നു. കോഴ്സുകൾ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി സർട്ടിഫിക്കറ്റ് കോഴ്സ് ഓൺ വെബ് ഡിസൈനിങ് യൂസിംഗ് HTML ആൻഡ് CSS, ഡിജിറ്റൽ ലിറ്ററസി സർട്ടിഫിക്കേഷൻ, ജൂനിയർ പ്രോഗ്രാമർ കോഴ്സ് യൂസിംഗ് പൈത്തൺ എന്നീ ഹ്രസ്വകാല കോഴ്സുകളും SSLC യോഗ്യതയുള്ളവർക്കായി സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ പൈത്തൺ, ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് യൂസിംഗ് C++, ഡാറ്റ എൻട്രി ആൻഡ് ഓഫീസ് ഓട്ടോമേഷൻ ഇംഗ്ലീഷ് ആൻഡ് മലയാളം, ഡാറ്റ എൻട്രി ആൻഡ് ഓഫീസ് ഓട്ടോമേഷൻ ഇംഗ്ലീഷ്, ഡിജിറ്റൽ ഓഫീസ് എസെൻഷ്യൽസ് വിത്ത് ടാലി ആൻഡ് മലയാളം ടൈപ്പിംഗ് സ്കിൽസ് എന്നീ ഹ്രസ്വകാല പ്രൊഫഷണൽ കോഴ്സുകളാണ് തുടങ്ങുന്നത്. +2 യോഗ്യതയുള്ളവർക്ക് 6 മാസത്തെ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ കോഴ്സിലേക്ക് അപേക്ഷിക്കാം. കൊമേഴ്സ് വിദ്യാർത്ഥികൾക്കായി കമ്പ്യൂട്ടറൈസ്ഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് ആൻഡ് GST യൂസിംഗ് ടാലി, ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടറൈസ്ഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് എന്നീ കോഴ്സുകളും നടത്തും. പൊതുപരീക്ഷ എഴുതി ഫലത്തിനായി കാത്തിരിക്കുന്നവർക്കും അപേക്ഷിക്കാം. ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പറുകൾ: ലാൻഡ് ലൈൻ 048722507551, ആദ്യ മൊബൈൽ നമ്പർ 9447918589, അടുത്ത മൊബൈൽ നമ്പർ 7559935097. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 8360 രൂപ, പവന് 66,880 രൂപ. മുപ്പിളിയം പിടിക്കപ്പറമ്പ് എടപ്പറമ്പിൽ കൃഷ്ണൻകുട്ടി നായർ എന്ന തങ്കപ്പൻ അന്തരിച്ചു. 85 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ചന്ദ്രിക ഭാര്യയാണ്. പറപ്പൂക്കര മുത്തറത്തിക്കര നൊച്ചിയിൽ കുമാരൻ അന്തരിച്ചു. 82 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ഭാര്യ തങ്കമണി. പ്രദീപ് കുമാർ, പ്രസാദ് എന്നിവർ മക്കളും ജിഷ, വിദ്യ എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാലിയേക്കര ടോൾ പ്ലാസയിൽ നിർത്തിയിട്ടിരുന്ന വാഹനങ്ങൾക്ക് പുറകിൽ കണ്ടെയ്നർ ലോറിയടിച്ച് ഒരു കുട്ടി ഉൾപ്പെടെ 2 പേർക്ക് പരിക്കേറ്റു. മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി വരന്തരപ്പിള്ളി, അളഗപ്പനഗർ പഞ്ചായത്തുകൾ സമ്പൂർണ്ണ ശുചിത്വ പഞ്ചായത്തുകളായി പ്രഖ്യാപിച്ചു. കേന്ദ്ര ആയുഷ് മന്ത്രാലയവും മൊറാർജി ദേശായി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് യോഗയും ചേർന്ന് യോഗോത്സവ് 2025 നന്ദിക്കര ശ്രീരാമകൃഷ്ണ വിദ്യാനികേതൻ പബ്ലിക് സ്കൂളിൽ ആഘോഷിച്ചു. കൊടകര കുഴൽപ്പണക്കേസിൽ പ്രതികളായ BJP നേതാക്കളെ ED ഒഴിവാക്കിയെന്നാരോപിച്ച് കൊടകരയിൽ CPIM പ്രതിഷേധ മാർച്ചും പൊതുയോഗവും സംഘടിപ്പിച്ചു. CPM ജില്ലാ കമ്മിറ്റി അംഗം PK ഡേവിസ് ഉദ്ഘാടനം ചെയ്തു. കല്ലൂർ മുട്ടിത്തടി ശ്രീ ശക്തി ദേവി ക്ഷേത്രത്തിലെ ആണ്ടുത്സവം ആഘോഷിച്ചു. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്.
ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജകമണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.